അങ്ങനെ നമ്മുടെ ദേവിയുടെ അമ്മയും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ദേവമംഗലക്കാർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മുഴുവനും നമ്മുടെ ദേവിയെ പോരടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഉദയഭാനും പറയുന്നുണ്ട്, ഇത് വേണോ, നമ്മളിവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്നെയല്ലേ അറസ്റ്റ് ചെയ്യുക, അവരുടെ അടുത്ത് മുഴുവനും സാക്ഷിയുണ്ട് എനിക്കെതിരെ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ശ്രീകലയാണെങ്കിൽ കേൾക്കാതെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ ദേവിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനു ഗോമതിയോട് പറയുന്നുണ്ട്, നമ്മുടെ ആനന്ദേട്ടനെ എങ്ങനെ വെറുതെ വിട്ടാൽ മതിയോ, ആനന്ദേട്ടൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട അമ്മയെ എങ്ങനെയെങ്കിലും ദേവി എടുത്തിയായിട്ട് ഒന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയേണ്ട, അവൻ്റെ ജീവിതം എന്താ വേണ്ടെന്ന് അവൻ തീരുമാനിച്ചോട്ടെ, നമ്മൾ അവൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും കംപ്ലൈൻറ്റ് പ്രകാരം നമ്മൾ പോലീസുകാർ നമ്മുടെ ഗോമതിയെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ പോരടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ കടയിൽ പോയിട്ട് ഗോമതി സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ബാലനെയും ആനന്ദിനെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ രാമേട്ടൻ ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട് പോലീസുകാർ ഇവരൊന്നും കൊണ്ടുപോകരുതെന്ന്. പക്ഷേ പോലീസുകാർ ഒന്നും കേൾക്കാതെ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവി ഇതറിഞ്ഞ് ഇവരെയൊക്കെ രക്ഷിക്കാം. എന്തായാലും തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഇവരെയൊക്കെ രക്ഷിക്കും. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.